ദുർമരണം സംഭവിച്ച സ്ത്രീ അല്ലെ ഗർഭിണിയാണ് ഈനാം പേച്ചി ആവുന്നൊക്കെ പറയുന്നതാണ്. ഇങ്ങനത്തെ ഈ കെട്ടുകഥകളിൽ നിന്നാണ് ശരിക്കും ഇതിന്റെ ഈനാം കൂട്ടിട്ടുള്ള പേരുകളിലെല്ലാം വരുന്നത്. സാധാരണ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് അപമൃത്യുവിന് ഇരയാകുമ്പോ അവരുടെ പ്രേതം ഈനാം പേച്ചിയായിട്ട് തീരുന്നെന്നാ പറയുന്നത്. ഗർഭിണികളൊക്കെ കണ്ടാലേ അത് വയറ് കീറി മാന്തി ഉപദ്രവകാരിയാകും. അപ്പൂപ്പൻ പറയുന്ന പോലെ ഈ ഈനാം പേച്ചി ഭയങ്കര ഡേഞ്ചറാ. അപ്പൂപ്പൻ പറയുന്ന കഥ പുളിക്കഥയാണ്. പക്ഷെ അതില് 3 കാര്യങ്ങൾ വാസ്തവമാണ്. ഒന്ന്, ഈനാമ്പച്ചി എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. രണ്ടാമത്തേത് അത് രാത്രി സമയത്താണ് പുറത്തിറങ്ങുന്നത്. മൂന്നാമത്തേത് അത് അപകടം മണത്ത് കഴിഞ്ഞാൽ പന്ത് പോലെ ചുരുളും. ഇന്ത്യൻ പാങ്കലിൻ, തിക് ടൈൽഡ് പാങ്കലിൻ, സ്കെയിലി ആന്റീറ്റർ എന്നൊക്കെയാണ് ഇതിന് ഇംഗ്ലീഷ് പേരുകൾ. ഇത് ഉറുമ്പിനെയും ചെതലിനെയൊക്കെ തിന്ന് ജീവിക്കുന്ന ഒരു പാവം ജീവിയാണ്. ഇതിന് പേടിപ്പിക്കാനായിട്ട് പേരിനൊരു പല്ല് പോലും ഇല്ല. നീണ്ട നാവ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉറുമ്പിനെയും ചെതലിനെയൊക്കെ പിടിക്കുന്നത്. ഇപ്പൊ രാത്രിയിലാണ് ഇതിനെ പിടിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഇതിനെ കണ്ടു കഴിഞ്ഞാൽ റെപ്റ്റൈലാണെന്ന് തോന്നുന്നു, ഉരകമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ശരിക്കും സസ്തനിയാണ്. കാരണം ഇതിന്റെ പുറത്ത് കുറെ സ്കെയിൽസ് ഒക്കെ ഉണ്ട്, ശൽക്കങ്ങളുണ്ട്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു ശത്രുവിനെ അല്ലെങ്കിൽ ഒരു അപകടം മണത്ത് കഴിഞ്ഞാൽ, ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് വാലിനടി തല വെച്ചിട്ട് പന്ത് പോലെ അങ്ങ് ചുരുളും. അന്നിപ്പോൾ ഇതിന്റെ ഈ ശൽക്കങ്ങൾ ഇങ്ങനെ ഒരു ആർമർ പോലെ നിൽക്കും, ഒരു പടച്ചട്ട പോലെ നിൽക്കും. മുള്ളം പന്നിയെ കാണുമ്പോഴത്തേക്കും ഈ ശത്രുക്കൾ ഇരപിടിയന്മാരൊന്നും മടിക്കുന്ന പോലെ ഇതിനെ കാണുമ്പോൾ ഒന്ന് മടിക്കും. ഇതാണ് സംഭവം. ഇതിൽ നിന്നാണ്, ഈ ഒരു സ്വഭാവത്തിൽ നിന്നാണ് ഇതിനെ പറ്റിയിട്ടുള്ള പല അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ഒക്കെ വരുന്നത്. പണ്ട് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഒരു രാത്രി സമയങ്ങളിലൊക്കെ ഇതിനെ സ്ഥിരമായിട്ട് കാണുന്നത്. കാരണം ധാരാളമായിട്ട് നാട്ടുമ്പുറങ്ങളുള്ളൊരു ജീവിയാണിത്. അപ്പം രാത്രിയിലും അധികം വെട്ടമൊന്നും ഇല്ലാത്തപ്പോൾ പുറത്തിറങ്ങുന്ന ആരെങ്കിലും ഒക്കെ ഇതിനെ ഇങ്ങനെ ചുരുളുന്ന കണ്ടിട്ട് പേടിച്ചോടി ഉണ്ടായ കഥകളാണ് ഇതൊക്കെ. മത്തങ്ങയുടെ വലുപ്പമുള്ള തീക്കുടുക്ക പോലെ ഉരുണ്ടുപോയി തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് പോയിട്ട് വീണ്ടും ഒരുമിച്ച് ചേരും എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകളുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ദുർമരണം സംഭവിച്ച സ്ത്രീ അല്ലെ ഗർഭിണിയാണ് ഈനാം പേച്ചി ആവുന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഈ കെട്ടുകഥകളിൽ നിന്നാണ് ശരിക്കും ഇതിന്റെ ഈനാം കൂട്ടിട്ടുള്ള പേരുകളിലെല്ലാം വരുന്നത്. മലയാളത്തിൽ ഇതിന് കുറെ പേരുകളുണ്ട്. അതായത് ഈനാം പേച്ചി, ഈനാം ചക്കി, ഈനാം ചാത്തി, ഈനാം ചാത്ത, ഈനാം പക്കി, ഈനാം പൂച്ചി, ഈനാം പീച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോകുന്ന കുറെ പേരുകളുണ്ട്. അതുകൂടാതെ അളുങ്ക്, ഉറുമ്പ് തീനി എന്നൊക്കെ വിളിക്കും. ഈ ഈനാം കൂട്ടിയിട്ടുള്ള പേരുകളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈന എന്നുള്ളത് ഹീന എന്നുള്ളതിന്റെ രൂപഭേദമാണെന്ന് പറയുന്നത്. ഹീനയായിട്ടുള്ള പേച്ചി, പേച്ചി എന്നുള്ള പിശാചത്തി എന്ന് പറയുന്നത്. അപ്പം ഹീനയായിട്ടുള്ള പിശാചത്തി അല്ലെ ദുർദേവത എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത്. ഈ ഈനാം ചക്കി എന്നുള്ളത് ഹീനയായിട്ടുള്ള യക്ഷിയാണെന്നൊക്കെ പറയും. അങ്ങനെ ശരിക്കും ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദുർമരണപ്പെട്ട സ്ത്രീയുടെ ആത്മാവ് ദുർദേവതയായിട്ട് വരുന്നതാണ്. അത് സ്ത്രീകളെ ഉപദ്രവിക്കും എന്നൊക്കെയുള്ള വിശ്വാസങ്ങളാണ് ഈനാം പേച്ചിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. അങ്ങനെയാണ് ഈ പേരുകൾ പോലും വരുന്നത്. നോക്കിക്കോണേ, അതിന്റെ പേര് പോലും മോശമാണ്. അപ്പൊ ഒരു പാങ്കിൾ എന്നുള്ള പേരെന്ന് പറയുന്നത് ഈ ചുരുളുന്നുണ്ടല്ലോ, ഇതിന്റെ ഈ ചുരുളുന്ന സ്വഭാവത്തിൽ നിന്ന്, ചുരുളുന്ന എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു മലൈ വേർഡിൽ നിന്നാണ് ഈ പാങ്കിൾ എന്നുള്ള ഇതിന്റെ ഒരു ഇംഗ്ലീഷ് പേര് വരുന്നത്. അപ്പൊ ഈനാം പേച്ചി മരപ്പട്ടി എന്ന് പറയുന്നല്ലോ, ഇവർ രണ്ടുപേരും രാത്രിയിൽ ഇറങ്ങുന്നവരാണ്. ഇവർ രണ്ടുപേരും ആൾക്കാർക്ക് വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുമാണ്. മോശപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിൽ മോശപ്പെട്ട രണ്ടുപേരും തമ്മിൽ ചേരും. ഒരു മോശപ്പെട്ടവനും മറ്റൊരു മോശപ്പെട്ടവനും ചേരും എന്നുള്ള അർത്ഥത്തിലാണ് ഈനാം പേച്ചി മരപ്പട്ടി എന്നുള്ളത് വരുന്നത്. താങ്ക് യു.